എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ അത്താഴം എന്തൊക്കെയാണെന്നാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. ഇന്ന് ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് കഞ്ഞിയാണ്. കഞ്ഞിക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ചെറുപയറും നുറുക്ക് ഗോതമ്പുമാണ്. ഇത് 1/2 ഗ്ലാസ് ചെറുപയർ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. നുറുക്ക് ഗോതമ്പ് എന്ന് പറയുന്നത് 3/4 ഗ്ലാസ് ഉണ്ട്. അതും നന്നായി കഴുകി വെച്ചിരിക്കുകയാണ്. ഇത് രണ്ടും കൂടി കുക്കറിലേക്കിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാം. ഈ പാകത്തിനാണ്, അതായത് നിരന്നിട്ടും കുറച്ചുകൂടി വെള്ളം, ഈ പാകത്തിനുമാണ് വെള്ളം വെച്ചിരിക്കുന്നത്. അതായത് ഏകദേശം ഒരു 2.5 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേഗം വയ്ക്കാം. ഇത് വേകുമ്പോൾ വെയിറ്റ് ഇട്ട് വേവിക്കാം. വെയിറ്റ് ഇട്ട് വേവിച്ചിട്ട് 2 വിസിൽ വേണം വേവാൻ. പയർ കുതിർന്നതാണെങ്കിലും നുറുക്ക് ഗോതമ്പ് നമ്മൾ കുതിർത്തിയല്ല വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് 2 വിസിൽ കേൾക്കണം. 2 വിസിൽ കേട്ട് പ്രഷർ പോയി കഴിഞ്ഞ ശേഷം നമുക്ക് ഓണാക്കാം. നമ്മുടെ കഞ്ഞി വേവുന്ന നേരം കൊണ്ട് നമുക്ക് അതിനായിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കാം. കട്ടച്ചമ്മന്തി. അത് തന്നെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 3 പിടി തേങ്ങയാണ്, കാന്താരി, ഒരു നാരങ്ങയുടെ പകുതി, ഇത് കുടങ്ങൽ വെച്ച് ചമ്മന്തി അരിക്കാവുന്നതാണ്, ഇത്രയും ഉള്ളി, ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ചമ്മന്തി അരിക്കുന്നത്. കുടങ്ങലെന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മുടെ വയൽവരമ്പിലൊക്കെ, സാധാരണ വയൽവരമ്പിലാണ് ഇത് കാണാറുള്ളത്. ഇതൊരു ഔഷധ ഗുണമുള്ള ചെടിയാണ്. ഇത് മരുന്നായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. കൊച്ചു കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് ഇതിൻ്റെ നീര്. ഇതെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഈ ഉള്ളി നമുക്കൊന്ന് മുറിച്ചിടാം, അല്ലെങ്കിൽ അരിഞ്ഞു കിട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. നമ്മൾ ചമ്മന്തി അരച്ച് കഴിഞ്ഞു. ഇനി ഞാൻ ഈ നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ്. ഉപ്പ് അതിനകത്ത് വീഴാൻ പാടില്ല. ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. നാരങ്ങ നീര് നമ്മളിങ്ങനെ അരച്ച് കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഒഴിച്ച് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയായി. നമ്മുടെ കഞ്ഞി ഞാൻ തീ ഓഫാക്കിയിട്ടിരിക്കുകയാണ്. 2 വിസിൽ വന്നിട്ട് ഓഫാക്കിയിട്ടു. ചമ്മന്തി നമ്മൾ അരച്ച് കഴിഞ്ഞു. ഈ കഞ്ഞിക്കൊരു തോരൻ വയ്ക്കാൻ പോവുകയാണ്. ചീനച്ചട്ടി ചൂടായതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടുക് ഇടുകയാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞു. അതിലേക്ക് ഞാൻ ഒരു സവോള, മീഡിയം സവോള അരിഞ്ഞത് ചേർക്കുകയാണ്. തീ കുറച്ച് വെച്ചിട്ട് കരിഞ്ഞു പോകാതെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. 3/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുകയാണ്. ഉള്ളി വഴന്ന് വരുന്ന നേരം കൊണ്ട് നമുക്കതിലേക്കുള്ള അരവ് തയ്യാറാക്കാം. ഞാൻ 3 പച്ചമുളക്, ഒരു 2 വലിയ വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ ജീരകം, 2 പിടി തേങ്ങ, ഇത്ര എടുത്ത് വെച്ച് ഇതൊന്ന് ചതച്ച് കൊണ്ടുവരാം. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. ഉള്ളിയൊക്കെ വഴന്ന് വന്നു കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ ചതച്ചുകൊണ്ട് വന്ന അരവ് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുരിങ്ങയില ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അധിക സമയമൊന്നും വേണ്ട, എല്ലാം വേഗമാവും. നമ്മളുടെ കഞ്ഞി റെഡിയായി കഴിഞ്ഞു. ഇതാണ് പാകം. പയറും ഗോതമ്പും എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇത്രയും വെള്ളവുമുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 പിടി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തേങ്ങ നന്നായി അരച്ച്, തേങ്ങ പാലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, തേങ്ങ അരച്ച് വേണമെങ്കിലും ചേർക്കാം, എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. ഞാനിതിപ്പോൾ തേങ്ങ അരച്ച് ചേർക്കാൻ പോവാണ്. നമ്മുടെ തേങ്ങ അരച്ചുകൊണ്ട് വന്നു. ഇത് ഞാൻ ഈ കഞ്ഞിയിലേക്ക് ചേർക്കുകയാണ്. നല്ല തിളച്ചാറിയ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ തേങ്ങ അരച്ചത്. അതുകൊണ്ട് ഇനി കൂടുതൽ നേരം അങ്ങനെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഈ തേങ്ങ എല്ലായിടത്തും ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഈ ഘട്ടത്തിൽ വേണമെങ്കിൽ നമുക്കിതിൽ ഉപ്പ് ചേർക്കാം. ഉപ്പ് വേണമെന്നുള്ളവർക്ക് ഉപ്പ് ചേർക്കാം. ഞങ്ങൾ പിന്നെ കറിക്കൊക്കെ ഉപ്പുള്ളത് കൊണ്ട് സാധാരണ കഞ്ഞിയിൽ ഉപ്പ് ചേർക്കാറില്ല. ഉപ്പ് ചേർത്ത് വേണമെങ്കിലും കഴിക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി, തിളയ്ക്കേണ്ട ആവശ്യമില്ല. നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ കഞ്ഞി പാകമായി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം.
അങ്ങനെ നമ്മുടെ തോരൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ കഞ്ഞിയും ചമ്മന്തിയും തോരനും കൂടി ആക്കി എടുക്കാൻ എല്ലാം കൂടി ഇപ്പോൾ 40 മിനിറ്റേ ആയിട്ടുള്ളൂ. വളരെ വേഗം എല്ലാം റെഡിയായി കഴിഞ്ഞു. എല്ലാം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഞങ്ങളുടെ അത്താഴം റെഡിയായി. വളരെ പോഷകസമ്പുഷ്ടമായ അത്താഴമാണ്. നുറുക്ക് ഗോതമ്പും ചെറുപയറും കഞ്ഞി, മുരിങ്ങയിലയുടെ തോരനും, കൊടങ്ങലിൻ്റെ ഇല വെച്ച് അരച്ച ചമ്മന്തി, നെല്ലിക്കച്ചാർ. ഇത് പിന്നെ കറികൾ മാറും, പക്ഷേ കഞ്ഞി ഇത് തന്നെയാണ് എല്ലാ ദിവസവും ഞങ്ങൾ കഴിക്കുന്നത്. ചമ്മന്തിയും സ്ഥിരമായിട്ടുണ്ടാവും. ബാക്കി തോരനും അച്ചാറിനൊക്കെ മാത്രമേ മാറ്റം ഉണ്ടാകാറുള്ളൂ. വളരെ എളുപ്പമാണ്. 40 മിനിറ്റ് കൊണ്ട് ഞാൻ എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്കും കഴിയും. യു ക്യാൻ ഡു. താങ്ക് യു.